എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യ-ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയിലെ 4ാം ടെസ്റ്റ് ആവേശകരമായ സമനിലയിൽ കലാശിച്ചതോടെ ആരാധകരുടെ എല്ലാം കണ്ണുകൾ ഇനി 5ാമത്തേതും അവസാനത്തേതുമായ മത്സരത്തിലേക്കാണ്. പരമ്പര വിജയികളെ നിർണ്ണയിക്കുന്ന ഈ നിർണായക പോരാട്ടത്തിനു മുമ്പായി ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും വരുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്റെ പ്ലേയിംഗ് 11-ൽ വരുത്തിയിരിക്കുന്നത് ചെറിയ മാറ്റങ്ങളല്ല, മറിച്ച് ഇംഗ്ലണ്ട് ടീമിനെ ഒന്നടങ്കം വിറപ്പിക്കുന്ന 4 വമ്പൻ അഴിച്ചുപണികളാണ്. ആരാണ് ടീമിൽ നിന്ന് പുറത്തായത്, ആർക്കൊക്കെയാണ് അപ്രതീക്ഷിതമായി ടീമിലേക്ക് ക്ഷണം ലഭിച്ചത് എന്നെല്ലാം നമുക്ക് വിശദമായി നോക്കാം. 4ാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന്റെ കൂറ്റൻ സ്കോറിന് മുന്നിൽ പതറിയ ഇന്ത്യയെ 2ാം ഇന്നിംഗ്സിൽ KL രാഹുലിന്റെയും ശുഭ്മാൻ ഗില്ലിന്റെയും ചെറുത്തുനിൽപ്പും പിന്നീട് രവീന്ദ്ര ജഡേജയുടെയും വാഷിംഗ്ടൺ സുന്ദറിന്റെയും അവിശ്വസനീയ സെഞ്ചുറികളുമാണ് തോൽവിയിൽ നിന്ന് രക്ഷിച്ചത്. ആ ആവേശകരമായ സമനിലയ്ക്ക് ശേഷം ചില കളിക്കാരുടെ പ്രകടനത്തിൽ താൻ തൃപ്തനല്ലെന്നും അവസാന മത്സരത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും ഗിൽ സൂചന നൽകിയിരുന്നു. അതിന്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ടീമിൽ കാണുന്നത്. ഗിൽ വരുത്തിയ ആദ്യത്തെ മാറ്റം ബാറ്റിംഗ് നിരയിലാണ്. യുവതാരം സായ് സുദർശൻ ഇംഗ്ലണ്ടിലെ സാഹചര്യങ്ങളിൽ തിളങ്ങാൻ വിഷമിച്ചപ്പോൾ പകരം ടീമിലേക്ക് എത്തുന്നത് മറ്റാരുമല്ല, ഇംഗ്ലണ്ടിനെതിരെ ട്രിപ്പിൾ സെഞ്ചുറി നേടി ചരിത്രം കുറിച്ച മലയാളി താരം കരുൺ നായരാണ്. കരുണിന്റെ പരിചയസമ്പത്ത് മധ്യനിരയ്ക്ക് നൽകുന്ന കരുത്ത് ചെറുതായിരിക്കില്ല. എന്നാൽ മാറ്റങ്ങൾ അവിടെ അവസാനിക്കുന്നില്ല. വിക്കറ്റിന് പിന്നിൽ ഇന്ത്യയുടെ വിശ്വസ്തനായ ഋഷഭ് പന്തിന് പരിക്കേറ്റത് ടീമിന് തിരിച്ചടിയായെങ്കിലും ആ സ്ഥാനത്തേക്ക് ഗിൽ ഒരു യുവതാരത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതിനായി ആഭ്യന്തര ക്രിക്കറ്റിൽ വെടിക്കെട്ട് പ്രകടനങ്ങളിലൂടെ ശ്രദ്ധേയനായ ധ്രുവ് ജുറൽ തന്റെ ടെസ്റ്റ് അരങ്ങേറ്റത്തിന് തയ്യാറെടുക്കുകയാണ്. ഇനി ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരാം. വിക്കറ്റുകൾ വീഴ്ത്തുന്നതിൽ പരാജയപ്പെട്ട ഷാർദുൽ താക്കൂറിന് പുറത്തേക്കുള്ള വഴി തുറന്നപ്പോൾ പകരക്കാരനായി എത്തുന്നത് ഇംഗ്ലീഷ് ബാറ്റ്സ്മാൻമാരെ വട്ടം കറക്കാൻ കഴിവുള്ള ചൈനാമാൻ ബൌളർ കുൽദീപ് യാദവാണ്. ജഡേജ കുൽദീപ് സ്പിൻ സഖ്യം ഇംഗ്ലണ്ടിന് സമ്മാനിക്കാൻ പോകുന്നത് ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും. അവസാനത്തെ മാറ്റം പേസ് ബൌളിംഗിലാണ്. യുവ പേസർ അൻഷുൽ കംബോജിന് പകരം T20യിലും ഏകദിനത്തിലും തന്റെ സ്വിംഗ് ബൌളിംഗിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച അർഷ്ദീപ് സിംഗ് തന്റെ കന്നി ടെസ്റ്റ് മത്സരത്തിന് ഇറങ്ങുകയാണ്. അർഷ്ദീപിന്റെ ഇടംകയ്യൻ പേസ് ഇംഗ്ലണ്ടിൽ എന്ത് അത്ഭുതമാണ് കാട്ടാൻ പോകുന്നതെന്ന് ആരാധകർ കാത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇംഗ്ലണ്ടിനെ നേരിടാൻ ഗിൽ ഒരുക്കിയ പുതിയ ടീം മൊത്തത്തിലൊന്ന് പരിശോധിച്ചാൽ യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, കരുൺ നായർ, ശുഭ്മാൻ ഗിൽ, ധ്രുവ് ജുറൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ് എന്നിവരാണ്. പരിചയസമ്പത്തും യുവത്വവും ഒരുപോലെ ചേർന്ന ഈ ടീം ഇന്ത്യയ്ക്ക് പരമ്പര നേട്ടം സമ്മാനിക്കുമെന്ന് ഉറപ്പാണ്. ഗിൽ വരുത്തിയ ഈ മാറ്റങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ, അതോ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ വേണമായിരുന്നോ? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.